ഒരു NRIക്ക് എങ്ങനെയാണ് മ്യൂച്വൽ ഫണ്ടിൽ സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കുക? നോൺ റെസിഡന്റ് ആയാലും റെസിഡന്റ് ആയാലും മ്യൂച്വൽ ഫണ്ടിലേക്ക് ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്ന പ്രൊസീജിയർ സെയിം ആണ്. ആദ്യമായിട്ട് KYC രജിസ്ട്രേഷൻ. ഇപ്പൊ നമ്മളിപ്പം ബാങ്കിൽ ഇപ്പോൾ ഒരു അക്കൗണ്ട് ഓപ്പൺ ആക്കും, നമ്മൾ ആധാർ പാൻ ഒക്കെ വെച്ചിട്ട് രജിസ്റ്റർ ചെയ്യും. അതേപോലെ തന്നെ മ്യൂച്വൽ ഫണ്ടിൽ ആദ്യമായിട്ട് ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്ന സമയത്ത് നോ യുവർ കസ്റ്റമർ രജിസ്ട്രേഷൻ നമ്മൾ എടുക്കണം. ഒട്ടുമിക്ക കേസിൽ നമുക്ക് ഓൺലൈനായിട്ട് ചെയ്യാൻ പറ്റും, പക്ഷേ നോൺ റെസിഡന്റ് ആകുന്ന സമയത്ത് അത് ഓഫ്ലൈൻ ആയിട്ടായിരിക്കും കൂടുതലായിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കും. കാരണം OTP എന്തൊക്കെ ആയിട്ടുള്ള ഒത്തിരി ഇഷ്യൂസ് വരും, പിന്നെ ലിങ്ക് വെക്കാത്ത ഇഷ്യൂ ഒക്കെ ഉണ്ടാവും. അപ്പോൾ ആ സമയത്ത് ഓഫ്ലൈൻ ആയിട്ട് ഫിസിക്കലായിട്ട് നമ്മൾ ഫോം സൈൻ ചെയ്ത് രജിസ്റ്റേർഡ് ഓഫീസിൽ കൊടുക്കണം. KYC രജിസ്റ്റേർഡ് ആയി കഴിഞ്ഞാൽ പിന്നെ അടുത്ത സ്റ്റെപ്പ് ഓൺലൈനായിട്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാം. നമുക്ക് ഈ NRIക്ക് NRO അക്കൗണ്ടും യൂസ് ചെയ്യാം, NRE അക്കൗണ്ടും ഉപയോഗിക്കാം. എപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് NRIs. പക്ഷെ ഏറ്റവും നല്ലത് NRE അക്കൗണ്ട് ഉപയോഗിക്കുന്നതാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഫണ്ട് റീപാട്രിയേഷൻ ചെയ്യാൻ അതിൽ നിന്ന് സാധിക്കും. നമ്മളിപ്പോൾ UAE ഉള്ളത്, അവിടുന്ന് NRE അക്കൗണ്ടിൽ ഫണ്ട് മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്തു, അതിൽ നിന്ന് ലാഭം എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് തിരിച്ച് UAE തന്നെ കൊണ്ടുപോകാൻ സാധിക്കും. NRI ആയാലും നോർമൽ റെസിഡന്റ് ആയി കഴിഞ്ഞാലും മ്യൂച്വൽ ഫണ്ടിന്റെ പ്രൊസീജിയർ സെയിം ആണ്, ഓൺലൈനായിട്ട് ചെയ്യാൻ സാധിക്കും.